ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നാളെ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. സ്റ്റാർട്ടപ്പ് നയത്തിലൂടെ സംസ്ഥാനത്ത് 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേതന വർധന ആവശ്യപ്പെട്ട് 13 ദിവസമായി അംഗനവാടി ജീവനക്കാർ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 120ാം പതിപ്പ് നാളെ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ റൺവേ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കിയ നേട്ടം സ്വന്തമാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നാളെ നടക്കും. 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഏപ്രിൽ 5 വരെ തീയതികളിലായി ജില്ലാതല പ്രഖ്യാപനങ്ങൾ നടക്കും. സ്റ്റാർട്ടപ്പ് നയത്തിലൂടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 6,200 സ്റ്റാർട്ടപ്പുകളും 60,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് ജിടെക് സംഘടിപ്പിച്ച സ്കിൽ ഫെസ്റ്റിവൽ പെർമ്യൂട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതന വ്യവസായ രംഗത്ത് സംസ്ഥാനം വൻ മാറ്റങ്ങളുടെ പാതയിലാണ്. ഐടി കയറ്റുമതിയിൽ 3 ഇരട്ടിയോളം വർധനവുണ്ടായതായും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 9 വർഷം 6,200ഓളം സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇതുവഴി 5,800 കോടി രൂപയുടെ നിക്ഷേപവും 60,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. 2021നും 2023നും ഇടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 254% വളർച്ചയാണുണ്ടായത്. ഐടി കയറ്റുമതിയിൽ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് 3 ഇരട്ടിയോളം വർധനവ് ഉണ്ടായിരിക്കുകയാണ്. 34,000 കോടിയിൽ നിന്ന് 90,000 കോടിയിലധികം രൂപയിലേക്ക് ഐടി കയറ്റുമതി വർദ്ധിച്ചു. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് 13 ദിവസമായി അംഗനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയ ധനമന്ത്രി വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും അറിയിച്ചു. സംസ്ഥാനത്തെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന്റെ ഭാഗമായി ആശമാർ തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം നാളെ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിക്കാണ് യോഗം. വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും യോഗമാണ് നടക്കുക. കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ വള്ളിക്കുന്ന് കടലുണ്ടി നഗരത്തിൽ വൻ രാസലഹരി വേട്ട. രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് 335 ഗ്രാം MDMAയുമായി കോഴിക്കോട് നരിപ്പറ്റ സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവർ പിടിയിലായത്. കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഗുരുതരമായ കൃത്യവിലോപമാണുണ്ടായതെന്നും വിഷയം ഗൌരവമായി കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൌരവപൂർവമായിട്ട് കാണാണ്. ഈ അധ്യാപകനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. സർവകലാശാല കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ മേധാവിയെ തന്നെയാണ് അറിയിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം തുടർച്ചയായിട്ട് നിശബ്ദത പാലിച്ചു. അത് കാണിക്കുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലർ വിളിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച ചേരും. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടുത്തിയ കുറ്റപത്രം കണ്ണൂർ റേഞ്ച് DIG പരിശോധിച്ച ശേഷമാണ് കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ മാത്രം പ്രതി ചേർത്തതായാണ് സൂചന.
കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ രേഖകളില്ലാതെ ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച 2,70,00,000 രൂപ പോലീസ് പിടിച്ചെടുത്തു. ബീഹാർ സ്വദേശി സബിൻ അഹമ്മദ്, ഓട്ടോ ഡ്രൈവറും തമിഴ്നാട് സ്വദേശിയുമായ രാജഗോപാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പരിപാടിയുടെ പ്രാദേശിക പരിഭാഷയും ഉണ്ടാകും. സംസ്ഥാനത്ത് വേനൽച്ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉഷ്ണതരംഗ സാധ്യത, ആരോഗ്യ ജാഗ്രത തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകരുതൽ നടപടികൾക്കായി വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിനോദസഞ്ചാരികൾക്കിടയിൽ ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ഉറച്ച സഹകരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മികച്ച വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്ന നടപടികൾക്കൊപ്പം തൊഴിലുടമകൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 13 മേഖലകളിലെ മികച്ച സ്ഥാപനങ്ങൾക്കാണ് എക്സലൻസ് അവാർഡുകൾ നൽകിയത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ റൺവേ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കിയ നേട്ടം സ്വന്തമാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 75 ദിവസത്തിനുള്ളിൽ 3.4 കിലോമീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള റൺവേ റീകാർപ്പറ്റിംഗാണ് പൂർത്തിയാക്കിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോളിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജനുവരി 14 ആരംഭിച്ച റൺവേ റീകാർപ്പറ്റിംഗ് ജോലി വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കാതെ പ്രതിദിനം 9 മണിക്കൂർ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് പൂർത്തിയാക്കിയത്. ഏകദേശം 50,000 മെട്രിക് ടൺ അസ്ഫാൽറ്റും 1,50,000 മീറ്റർ ഡക് പൈപ്പ് ശൃംഖലയും സ്ഥാപിച്ചു. 5.5 ലക്ഷം ചതുരശ്ര മീറ്ററിന്റെ ഗ്രേഡഡ് സ്ട്രിപ്പ് ഏരിയ അപ്ഗ്രഡേഷൻ പൂർത്തിയാക്കി. മൊത്തം 2.40 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഏരിയയാണ് റീകാർപ്പറ്റ് ചെയ്തത്. കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ കീഴിൽ തൃശൂരിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച സ്ലൈവർ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യന്ത്രങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ കേന്ദ്രമന്ത്രി ജീവനക്കാരെ അനുമോദിക്കുകയും ചെയ്തു. ഷവ്വാൽ മാസപ്പിറവി സംബന്ധിച്ച് ഏകീകൃത തീരുമാനമെടുക്കാൻ വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരും മഹല്ല് ഭാരവാഹികളും നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരും. വൈകുന്നേരം 6:30 പാളയം ജുമാ മസ്ജിദിലാണ് യോഗം. റമദാൻ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ കൈത്തറി പ്രദർശന വിപണന മേള ആരംഭിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 40-ലധികം കൈത്തറി ഉൽപാദക സഹകരണ സംഘങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് നാളെ തിരുവനന്തപുരത്ത് കൊടിയേറും. നാളെ ഉച്ചയ്ക്ക് വെള്ളറടയിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിക്കും. വൈകുന്നേരം നെയ്യാറ്റിങ്കര രൂപതാ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pbvacancy/ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നാളെ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. സ്റ്റാർട്ടപ്പ് നയത്തിലൂടെ സംസ്ഥാനത്ത് 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേതന വർധന ആവശ്യപ്പെട്ട് 13 ദിവസമായി അംഗനവാടി ജീവനക്കാർ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 120ാം പതിപ്പ് നാളെ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ റൺവേ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കിയ നേട്ടം സ്വന്തമാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.